കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആരോപണം തള്ളി സഞ്ജു സാംസന്റെ പിതാവ്. സഞ്ജുവിനെ വിജയ് ഹസാരയിൽ കളിപ്പിക്കാത്തതിന് പിന്നിൽ KCAയിലെ ചിലരെന്ന ആരോപണം. സഞ്ജു സന്നദ്ധത അറിയിച്ചിട്ടും കളിപ്പിക്കേണ്ട എന്ന് മുൻകൂട്ടി തീരുമാനിച്ചെന്നും പിതാവ് സാംസൺ പറഞ്ഞു. സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും നിരുത്തരവാദപരമായ സമീപനം ഉണ്ടായിട്ടും പിന്തുണയ്ക്കുകയാണ് KCA ചെയ്തത് എന്ന് പ്രസിഡന്റ് ജയേഷ് ജോർജും കൂട്ടിച്ചേർത്തു. തുടർച്ചയായി സെഞ്ചുറി പ്രകടനം നടത്തിയിട്ടും സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെടുക്കാതെ തഴഞ്ഞതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം. KCA വിമർശിച്ച് ശശി തരൂർ MP ആദ്യം രംഗത്തെത്തിയത്. വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് വിട്ടുനിന്നതാണ് ടീമിൽ ഇടം നഷ്ടമാകാൻ കാരണമെന്നും KCA ഭാരവാഹികളുടെ ഈഗോയാണ് സഞ്ജുവിന്റെ കരിയർ നശിപ്പിച്ചതെന്നും ശശി തരൂർ എക്സിൽ കുറിച്ചു. തൊട്ടുപിന്നാലെ ആരോപണങ്ങൾ തള്ളി KCAയും രംഗത്തെത്തി. സഞ്ജു സാംസൺ ഇപ്പോൾ KCA പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണല്ലോ അണ്ടർ-14 കാലഘട്ടങ്ങൾ മുതൽ സഞ്ജു സാംസനെ കാലാകാലങ്ങളിൽ വളർത്തിയത്. അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ പ്രൈമിൽ നിൽക്കുന്ന ആൾ ഒരു ഈഗോ, അസോസിയേഷൻ്റെ ഒരു ഈഗോയുടെ പുറത്ത് ഞങ്ങളങ്ങനെ പ്രതികരിക്കൂ? അതാ ഞാൻ പറയും, എന്നെ PCCA എന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഡിസിപ്ലിൻ റിയാക്ഷൻ ഇല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. KCAക്ക് സഞ്ജുവിനോട് ഈഗോ ഇല്ലെന്നും വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാത്തതല്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇടം പിടിക്കാത്തതിന്റെ കാരണമെന്നും പറഞ്ഞ ജയേഷ്, സഞ്ജുവിന്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദിത്തപരമായ സമീപനം പലവട്ടമുണ്ടായെന്നും വിമർശിച്ചു. KCA വളർത്തിക്കൊണ്ടുവന്ന കുട്ടികളാണ് ഇവരൊക്കെ. അപ്പോൾ അവരൊരു തലത്തിലെത്തിക്കഴിയുമ്പോൾ പ്രസ്ഥാനത്തിന് മറക്കരുത്. കാരണം ഇവരെയാണ് താഴെ ഫോളോ ചെയ്യുന്നത് കുട്ടികൾ. അപ്പോൾ സഞ്ജു സാംസൺ എന്താ പറയുന്നത്? ഞാൻ അവൈലബിൾ അല്ല. ഒരു സിംഗിൾ ലൈൻ മെസ്സേജ് സെക്രട്ടറിക്ക് അയക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ടീമിനെ ക്യാപ്റ്റനാക്കി തീരുമാനിച്ചിരുന്ന ആളാണ്. അദ്ദേഹം വരുന്നില്ല. ടീം അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറയുന്നു ഐ ആം അവൈലബിൾ ഫോർ ദ ടീം. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനം, ഒരു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ BCCയുടെ കീഴിൽ തരുന്ന പ്രസ്ഥാനത്തിൽ അങ്ങനെ എപ്പോഴെങ്കിലും ആണോ ചെയ്യേണ്ടത് സഞ്ജു? ഇതിന് പിന്നാലെയാണ് KCA തള്ളി സഞ്ജുവിന്റെ പിതാവ് സാംസൺ രംഗത്തെത്തിയത്. വിജയ് ഹസാരയിൽ കളിക്കാൻ തയ്യാറാണെന്ന് സഞ്ജു അറിയിച്ചിരുന്നതാണെന്നും എന്നാൽ കളിപ്പിക്കേണ്ടെന്ന് മുൻകൂട്ടി തീരുമാനമുണ്ടായെന്നും സാംസൺ പറഞ്ഞു. ഈ ടൂർണമെന്റിന് ഒരു 15 ദിവസം മുമ്പേ എനിക്കറിയാം സഞ്ജുവിനെ അവർ ഒഴിവാക്കാൻ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തുന്നു. ആ കാരണങ്ങൾ ഒരുപാട് കണ്ടെത്തിയവർ ആ കാരണങ്ങളിൽ അവർ ഒഴിവാക്കിയതാണ്. ഞാൻ പേര് പറയില്ല. എനിക്കറിയാം ആരാണത് ചെയ്തതെന്ന്, ആരാണ് ചെയ്യിപ്പിച്ചത്. വിജയ് ഹസാരെ ടൂർണമെന്റിൽ സഞ്ജു കളിക്കാത്തതിനെ കുറിച്ച് BCCI KCAയോട് വിശദീകരണം തേടിയിരുന്നു. കൃത്യമായ മറുപടി സഞ്ജു നൽകിയില്ലെന്നും സഞ്ജുവിനെതിരെ നിലവിൽ അച്ചടക്ക നടപടി എടുത്തിട്ടില്ലെന്നുമാണ് KCA BCCIയെ അറിയിച്ചത്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആരാകണമെന്ന നീണ്ട ചർച്ചകൾക്കൊടുവിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ താൽപര്യപ്രകാരമാണ് സഞ്ജുവിനെ തഴഞ്ഞ് ഋഷഭ് പന്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയതെന്നാണ് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.